എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ചെമ്മീൻ മാങ്ങയിട്ട് തേങ്ങാപ്പാൽ കറിയാണ്. അപാര സ്വാദാണ് ഈ ഒരു കറി കൂട്ടി ചോറ് കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. ഈ ഒരു കറിയുടെ പാചകം എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതുമാണ്. അമ്മമാരുടെ കൈപുണ്യം മറക്കാത്തിടത്തോളം കാലം ഈ ഒരു കറിയുടെ സ്വാദ് എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് പോകാത്തതുമാണ്. ഇതുപോലൊരു ചെമ്മീൻ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വലിയ ചെമ്മീനാണ്. വലിയ ചെമ്മീൻ വെച്ചിട്ട് കറി തയ്യാറാക്കുമ്പോഴാണ് കറിയുടെ സ്വാദ് കൂടുതൽ കിട്ടുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചെമ്മീൻ തേങ്ങാപ്പാൽ കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ ചെമ്മീനാണ് കഴുകി വൃത്തിയാക്കി ഇതിന്റെ നാരെല്ലാം വലിച്ച് കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് മാറ്റി വെക്കാം. അതുപോലെ ഈ ഒരു തേങ്ങാപ്പാൽ കറി തയ്യാറാക്കി എടുക്കുമ്പോൾ അല്പം മുഴുപ്പുള്ള ചെമ്മീനാണ് കേട്ടോ നല്ലത്. ചെറിയ ചെമ്മീനും കൊണ്ട് തയ്യാറാക്കാം, എങ്കിലും ടേസ്റ്റ് ഇതുപോലെ വലിയ ചെമ്മീൻ വെച്ച് തയ്യാറാക്കുമ്പോഴാണ്. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകൾ കൂടെ ഒന്ന് എടുത്ത് വെക്കണം. 20 കൊച്ചുള്ളി, 1 മാങ്ങ. നമ്മൾ ഇന്ന് കറി തയ്യാറാക്കി എടുക്കുന്നത് മാങ്ങ ചേർത്തിട്ടാണ്. അതുപോലെ 1 ബോൾ വെളുത്തുള്ളി, 5 പച്ചമുളക്, ഇത്രയും വലിപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി. ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 600 മില്ലി അളവിലെ നാളികേരപ്പാലാണ്. നാളികേരപ്പാല് നല്ല കട്ടിയായിട്ടുള്ള പാലാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ 1-ാം പാലും 2-ാം പാലും ഒന്നും തന്നെ മാറ്റിയിട്ടില്ല, ഒറ്റ പാലായിട്ടാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. നമ്മൾ കാണിച്ചിട്ടുള്ള ചേരുവകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ പാചകം തുടങ്ങാം. ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാനുള്ള മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ മൺചട്ടി നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 നുള്ളു ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തത് കൂടെ ചേർക്കണം. വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ് ചേർക്കേണ്ടത്. വീണ്ടും വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. പെട്ടെന്ന് വഴണ്ട് കിട്ടാനും വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഇതെല്ലാം കൂട്ടിയിളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉള്ളി ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും 1 സ്പൂൺ അളവിലെ എരിവെള്ളം മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ അളവിലെ മല്ലിപ്പൊടിയും നമുക്ക് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ കറിയുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് ഇവിടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. പൊടികളും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടികളും കൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ടും. പൊടികളിപ്പോൾ നല്ലപോലെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 600 മില്ലി നാളികേരപ്പാലിൽ നിന്നും കുറച്ചളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറഞ്ഞളവിൽ ചേർക്കുവാണ്. നാളികേരപ്പാലും കൂടി ചേർത്ത് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നിളക്കി കൊടുക്കാം. ഈ മുളക് പൊടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ച് പൊടികളൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. പൊടികളൊക്കെ ഒന്നുകൂടെ മൂത്ത് നല്ലൊരു ഉരുണ്ട പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയുടെ അരപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് ഉരുണ്ട് വരുന്ന പാകത്തിലേക്ക് ആയി മുരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങാ കഷ്ണങ്ങൾ ചേർക്കാം. മാങ്ങാ കഷ്ണങ്ങളും കൂടി ചേർത്ത് നല്ലോണം ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. അധികം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. മാങ്ങാ കഷ്ണങ്ങളും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാലാണ് ബാക്കിയുള്ളത് കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടത്. നാളികേരപ്പാല് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കറി ഒന്ന് തിളച്ച് വരണം. അതുവരെയും നമുക്ക് ഇളക്കി കൊടുത്ത് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ തേങ്ങാപ്പാല് പിരിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഈ സമയത്ത് കറിയുടെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി കറി ഒന്ന് തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് വെട്ടിത്തിളച്ച് കുറുക്കിയ പാകത്തിലേക്ക് ആയി കിട്ടണം. നല്ലപോലെ തിളച്ചു തുടങ്ങിയ കറി നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഈ സമയത്ത് നമ്മുടെ കറി നല്ല കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണ് ചേർത്ത് കൊടുക്കേണ്ടത്.
ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെമ്മീൻ വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ അധികം ഒന്നും വേവിച്ചെടുത്ത് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം 1 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിലും അതിനുശേഷം ചെറിയ തീയിലും വെച്ചാണ് 2 മിനിറ്റ് നേരം കറി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് കറി തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കറിയിൽ അത്യാവശ്യം ചാറൊക്കെ ഉണ്ട്. കുറുകിയ പാകത്തിൽ തന്നെയാണ് ഇപ്പോഴും ആയിട്ടുള്ളത്. കറിയുടെ ചാറ് ഇപ്പോൾ ഇതുപോലാണ് ഇരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കാം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകിപ്പോൾ നല്ലോണം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കൊച്ചുള്ളി കട്ട് ചെയ്തതും 2-3 വറമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചേർക്കുവാണ്. വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലയും വറമുളകും ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ താളിപ്പ് നല്ല പോലെ തന്നെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർക്കേണ്ടത്. ഈ താളിപ്പ് കറിയിലേക്ക് ചേർക്കാം. ഇനി താളിപ്പും കൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടാവും. കറിയുടെ ചൂടാറിയതിന് ശേഷം ഞാനിവിടെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ, നല്ല കുറുക്കിയ പാകത്തിലാണ് നമ്മുടെ ചെമ്മീൻ കറി ആയി വന്നിട്ടുള്ളത്. ഈ ഒരു ചെമ്മീൻ കറിയുടെ സ്വാദ് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.